കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ലോകത്തിൽ മനുഷ്യരായ ജനിച്ച സകല മനുഷ്യർക്കും ദൈവഭയമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവർ ഇല്ലെന്നും അതല്ല എന്തെല്ലാം ഫിലോസഫിയും തത്വശാസ്ത്രം പറഞ്ഞാലും അവരുടെ ഇന്നർ ഹാർട്ടിലെ ദറ്റ് സ്റ്റാർട്ട്സ് ഗോഡ്സ് സെർച്ചിങ്. ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവന് വെളിപ്പെടുത്തും. ദൈവത്തെ ഉണ്ടോ കർത്താവേ, ഐ വോണ്ട് ടു നോ മൈ ലോഡ്. ആ ദൈവത്തെ ഭയപ്പെടുന്നവനെ അല്ലെ, ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകരുത് കർത്താവേ. ഉണ്ടെങ്കിൽ സത്യമാണ്. ഞാൻ നിരീശ്വരവാദികളായിരിക്കുന്ന പലരോടും പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികളോടല്ല, യുക്തിവാദി എന്ന് പറഞ്ഞാൽ അർത്ഥം പോലും അറിയാതെ മണ്ടന്മാരോടൊന്നും പറയാൻ കാര്യമില്ല. കാരണം യുക്തിവാദി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റേഷണലിസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കാര്യകാരണ സഹിതം പറയുന്ന ഒന്നാണ്. ലോകത്തിൽ കാര്യകാരണ സഹിതം പറയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, ദറ്റ്സ് ബൈബിൾ. ബാക്കിയിൽ മതഗ്രന്ഥം, മതം അഭിപ്രായം, ആരുടെ അഭിപ്രായം പറയാം. ബൈബിൾ ഇസ് നോട്ട് ഒരു അഭിപ്രായമല്ല, അത് നിയമഗ്രന്ഥം. നിയമത്തിന് ഇത് വേണം, തെളിവ് വേണം. ആ ബൈബിളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അത് വരുമ്പോഴത്തെ അതിനെ അന്വേഷിപ്പിനും കണ്ടെത്തും. കമ്പ്യൂട്ടർ അന്വേഷിക്കുക, അതുകൊണ്ട് യഹോവയുടെ പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ പുസ്തകത്തിലേക്ക് കിട്ടുള്ളൂ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ദൈവം വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. നിൻ്റെ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് കാരണം നമ്മുടെ ദൈവത്തിൻ്റെ ബുദ്ധി അപ്രമേയം എത്രയെന്നാണ്. അപ്രമേയ ബുദ്ധിയുള്ള ദൈവത്തേക്കാൾ അല്പമാത്രം താഴ്ത്തി ആണ് മണ്ണെടുത്ത് കുഴച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയാണ് ദൈവത്തിൻ്റെ വസ്ത്രം തേജസ് കൊടുത്താണ് അവനെ മഹത്വവും തേജസ്സും. അതായത് രാജകീയ പുരോഹിതന്മാരായി എല്ലാത്തിനും കമാൻഡാണ്. അത് ദൈവം പക്ഷെ എന്ത് ചെയ്യും? മിസ്യൂസ് ചെയ്ത് പിശാചിൻ്റെ ഈ ഭൂമിയുടെ കുടിയുറപ്പുകാരനെ പിശാച് വന്ന് അവനെ എന്ത് ചെയ്തു? അവനെ ചതിച്ചു, ഉപായത്താൽ ചതിച്ചു എന്നാ. അപ്പം ദൈവം കൊടുത്ത് വസ്ത്രം പോയി, തേജസ് പോയി, ഗ്ലോറി പോയി. അപ്പം എന്ത് ചെയ്യാൻ? അവന് മരവുരി കൊടുത്ത് അവസാനം ഇലയെടുത്ത് കൊടുത്ത്, അത് ഇപ്പം മാത്രമല്ല എന്തെടുത്താലും എന്താ ഇപ്പം കോട്ടനും ടെറികൊണ്ടും എന്ത് ചെയ്യുക? ഏത് വസ്ത്രം എടുത്താൽ 24 മണിക്കൂർ നാറും. എന്നാൽ ദൈവത്തിൻ്റെ വസ്ത്രം എന്തോ അത് മാറത്തില്ല. അത് കിട്ടുന്നവരെ എന്ത് ചെയ്യുക? മനുഷ്യൻ അസ്വസ്ഥനാണ്. അതിൻ്റെ ബാഹ്യ പ്രകടനമാണ് ഞാൻ നഗ്നനാന്ന് പറഞ്ഞത്. അതാ പറഞ്ഞത്. നഗ്നനാന്ന് പറഞ്ഞതിന് അർത്ഥം എന്നതാ? ആക്ച്വലി ഹീസ് എവേ ഫ്രം ഗോഡ്. ദൈവത്തിന് അകന്നുപോയി. അതിൻ്റെ കുറ്റബോധം കൊണ്ട് നഗ്നത, അതിന് ബാഹ്യമായ പ്രകടനമാണ്. അതിന് വസ്ത്രമില്ലാതിരുന്നു, തുണി നഗ്നം പറഞ്ഞത്. ദൈവം കൂടെ തേജസ്സും ഒഴിവില്ലേ? അപ്പം അതുകൊണ്ട് അതിനെ വീണ്ടും ക്രമീകരിച്ച് ദൈവത്തോട് അടുപ്പ്. വൈ ഗോഡ് ക്രിയേറ്റഡ് മെൻ? ദൈവത്തെ മനുഷ്യനുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്ന് ഉൽപ്പത്തി 10 ക്രിയേഷനെ പറഞ്ഞോ വാഴുവീന്ന. പിന്നെ പുതിയ ദിനത്തിൽ വരുമ്പോൾ പറഞ്ഞാൽ ദൈവം നമ്മൾ കോപത്തിനല്ല, തന്നോടുകൂടെ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിലെല്ലാം എൻ്റെ സ്ഥാനാപതികളായി ഇതെല്ലാം നോക്കി നടത്താനായിട്ട്. പക്ഷേ അനുസരണക്കേട് പിശാചിൻ്റെ വലയിൽപ്പെട്ട് പോയപ്പോൾ എന്ത് ചെയ്യാൻ? അവന് തേജസ് നഷ്ടപ്പെട്ട്, ദൈവമായിട്ട് ബന്ധം വിട്ടുവിട്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് പറഞ്ഞ് വരെ മരണം. ദൈവമക്കൾ മരിക്കത്തില്ല, ദൈവമക്കൾ ഉറങ്ങാൻ പോവുക, വിശ്രമിക്കാൻ പോവുക. എന്നാ ദൈവം വെച്ച പ്രിസൈഡ് ടൈം വരുമ്പോഴത്തേ എന്ത് ചെയ്യുക? ഇതേ ശരീരം ഉയർന്ന് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കും. അല്ലാത്തവർ യേശു കർത്താവ് 1000 വർഷം ഭൂമിയെ ഭരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുക? അവർ ദുഷ്ടന്മാർ, ദൈവത്തെ അറിയാത്തവർ, അവർ ഉയർന്ന് എന്ത് ചെയ്യുക? നേരെ സെൻട്രൽ ജയിലിലേക്ക്. സെൻട്രൽ ജയിലിൽ നിന്ന് നരകം. അതിനുമ്പേ അവരെ എവിടെ ഇടും? ഒരു കള്ളനെ പിടിച്ചാൽ നേരെ സെൻട്രൽ ജയിലിലേക്ക് എത്തില്ല. അവനെ എവിടെയാണ് ഇടുന്നത്? അവനെ ഇടുന്നത് സബ് ജയിലിൽ. അതാ പാതാളം. ആത്മാവ് ശരീരം വഴി കുടിച്ചിടും. വീണ്ടും എന്ത് ചെയ്യുക? ശിക്ഷ കഴിയുമ്പോൾ ശരീരത്തോടു കൂടി എന്ത് ചെയ്യുക? നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനെന്ത്? 2 കൈയും 2 കാലിലും ഉണ്ട് അഗ്നിനരകത്തിൽ വീഴുന്നതിനെന്ത്? നരകം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിൽ ജോബത്തും ചക്രൻ. നമുക്ക് തിരുവനന്തപുരത്തും കണ്ണൂരും സെൻട്രൽ ജയിലുണ്ട്. ചെന്നാൽ കയറ്റി പോയില്ലെന്ന് പ്രതിയായിട്ട് 2 പക്ഷേ വട്ടം ചുറ്റിക്കരം കണ്ടിച്ചു പോരാം എന്ന് പറഞ്ഞ പോലെ ചൊവ്വാബുധൻ ശുക്രനിലേക്കുള്ള യാത്ര എന്തിനാ? സ്പേസ് ജേണി ടു ഫൈൻഡ് ഔട്ട് വേർ ദ ഹെവൻ ആൻഡ് ഹെൽ ഈസ്. നരകം എവിടെയാണ്? നരകം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിൽ, പാതാളമാണ് സബ് ജയിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കൊടുക്കുന്ന ആ പ്രത്യാശ ദൈവത്തിനൂടെ വസിക്കാനായിട്ട്. അപ്പനോട് എന്ത് ചെയ്യുക? അനുസരണക്കേട് കാണിച്ച് അപ്പം പുറത്താക്കും. പിന്നെ അപ്പൻ്റെ കൂടെ ചില ഒറ്റ കാര്യമുണ്ട്, സറണ്ടറാണ്. അപ്പൻ്റെ എല്ലാം കിട്ടും. ഇതന്നെയാ ബൈബിളും. ആദിയിൽ തുടങ്ങിയത് ആ ക്രമീകരണം. ദൈവത്തിൻ്റെ ശിക്ഷ മേടിച്ച് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിൻ്റെ കൂടെ വസിക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുന്ന പുസ്തകമാണ് ബൈബിൾ. അതായത് ആദിയിൽ ദൈവം ആദിനാണോ? സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ
അനാദിയായി ശാശ്വതമായ ദൈവമായിരിക്കുന്നവൻ. അപ്പൊ ദൈവം ഇതിന് ഇന്നും നാളെ ഒന്നുമില്ല, ദൈവം നിത്യനാണ്. അപ്പൊ എന്താ ടൈം സ്റ്റാർട്ട് ചെയ്തെന്തോ, ദൈവം തൻ്റെ വചനം ജഡമായ തൻ്റെ പുത്രനായി, വചനം ജഡമായി മറിയയുടെ ഉള്ളിൽ ജനിച്ചു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നിയ താൻ ക്രൂശിൽ മരിച്ചു ശിക്ഷ ഏറ്റെടുത്തു. മനുഷ്യ അത് നമ്മുടെ ശിക്ഷ അവൻ്റെ മേലായി. ആ ശിക്ഷ ഏറ്റെടുത്ത് എന്ത് ചെയ്യുക, നമുക്ക് വിടുതൽ തന്നു. നമുക്ക് നേരെ പിതാവിൻ്റെ അടുക്കലും അപ്പൻ്റെയാ ടൈം വെച്ചുകൊണ്ട്. അതാണ് സ്തോത്രം. പാഴ്ചൂന്യമായി കോടി 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 വർഷം കൊടുത്ത് വെളിച്ചമുണ്ടായി 6 ദിവസം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥ. അത് 1000 ആണ്ട് വായിച്ച മില്യൻ എന്ന് പറയും. യൂസേഴ്സ് അന്വേഷിക്കും. കമ്പ്യൂട്ടറല്ലേ, കമ്പ്യൂട്ടറിനകത്ത് മില്യൻ എന്ന വാക്ക് നിങ്ങൾ നോക്കണം ഡിക്ഷണറിക്കകത്ത്. ഏത് ജാതി മതത്തിനും ഒറ്റ വാക്കല്ലേ ഉള്ളൂ. വാട്ട് ദ മീനിങ് ഓഫ് മില്ലേനിയം? മില്യൻ യേശു ക്രിസ്തു മടങ്ങി വന്ന 1000 വർഷം. അത് കഴിഞ്ഞ് ലോകാവസാനം കഴിഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി. ആ പുതിയ ആകാശം ഭൂമിയിൽ എന്ത് ചെയ്യുക, ദൈവത്തിലൂടെ വസിക്കാൻ എന്ത് ചെയ്യുക, സ്തോത്രം. ഇപ്പം മരണമുള്ളതുകൊണ്ട് ഭൂമി നിറയാത്തെ. അപ്പം മരണമില്ല, 1000 ദൈവം മരിക്കാനില്ല. മരണത്തിന് അധികാരി പിശാചാന്ന് എബ്രാഹിം 2:15 പറഞ്ഞ്. അപ്പം മരണത്തിന് പിശാചിന് എന്ത് ശിക്ഷിച്ച് അവനെ എന്ത് ചെയ്യുക, സെൻട്രൽ ജയിലിലേക്ക് ഇടും. അവനെ ഷുഗറിലേക്ക്, നമ്മൾ പറയും ഷുഗർ ദശ. ആ ഷുഗറിൽ നീ പോയിട്ടുള്ള പിശാചിന് 2 കൂട്ടിരിക്കുന്നത്. അവൻ നവഗ്രഹങ്ങൾ, അതാ നവഗ്രഹങ്ങൾ വെച്ചാൽ മന്ത്രവാദം ശുദ്ധം ചെയ്യുന്നത്. അത് പിശാചിൻ്റെ വകയാണ്. നീ എടുത്തോളാൻ പറയും. അവൻ പിന്നെ യാതൊരു ബന്ധവുമില്ല. നിത്യമായിട്ട് അവർ തീയും ഗന്ധവും നത്തി പോയി. അഗ്നി നരകം, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, ഇതൊക്കെയാണ്. ഒരു കാര്യമുണ്ട് ദൈവമക്കൾ, നമ്മുടെ കർത്താവ് വരാറായി. അത് നിയമിച്ച് പീരീഡിൻ്റെ ലാസ്റ്റ് വെളിപ്പാട് പറഞ്ഞാൽ ഞാൻ ആദ്യം അന്തിരുവാ, എൻ്റെ പണി പൂർത്തിയായി. യേശു ക്രൂശിൽ മരിക്കുന്നതിന് കുരിശ് കിടന്ന് 7 മൊഴി പറഞ്ഞു. 6-ാമത്തെ മൊഴി തന്നെ സകലവും നിവൃത്തിയായി. കർത്താവ് നീ ഈ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക, ദൈവത്തിനടുക്ക താമസിപ്പിക്കാനുള്ള അതിൻ്റെ ക്രമീകരണങ്ങൾ മുഴുവൻ നീ എന്നെ ഏൽപ്പിച്ചതുപോലെ ഞാൻ അവരുടെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു. അവർക്ക് വേണ്ടി ഞാൻ മരിച്ചു. ഇനി അവരെ വിട്ടേക്കണം, ഫ്രീ ആയിട്ട് വിട്ടേക്കണം. അവരുടെ കടം ഞാൻ കൊടുത്തു തീർത്തു. ലെറ്റ് ദം ഗോ ഫ്രീ. സ്വത്രം. അപ്പം എന്ത് ചെയ്യുക, അടുത്ത മൊഴിയാണ് പ്രാണനെ വിട്ടു. പിന്നെ പിതാവായത് ഏൽപ്പിച്ചു. പിന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. അതാ യേശു. അതാ BC മാറിയേടി. ലോകം മുഴുവൻ അറിയാം വാർത്തപോലെ. BC മാറിയേടി. അല്ലല്ലുയ. സകലവും ദൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം, ആദിക്കുമ്പ് അനാദികാലം പറഞ്ഞു കിടന്ന മർമ്മമാണിത്. പ്രൈസ് ദി ലോർഡ്. അതെ ദൈവമക്കളെ, ഇതെല്ലാം 2 പത്രോസ് 3-ാം അധ്യായത്തിന് 5, 6, 7 ഒക്കെ 10 ആക്കി മുഴുവൻ എന്ത് ചെയ്യുക, ഈ ഭൂമിയുടെ ദ ഹോൾ ഹിസ്റ്ററി അത് വേണം. ഇത് ഭൂമി ഉണ്ടായത് മുതൽ ആര് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഹിസ്റ്ററി എന്ന് വായിക്കുന്നത് ഹിസ്റ്ററി. യേശു ക്രൂശിൽ മരിച്ചു എന്നതുകൊണ്ട് ഹിസ്റ്ററി പ്രോംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുമ്പേ ഊഹാപോഹങ്ങളായിരുന്നു. ദ റിയൽ ഹിസ്റ്ററി സ്റ്റാർട്ട്സ് വിത്ത് ജീസസ്, വിത്ത് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോലും. എന്ന് ലോകത്തിൽ കാണുന്ന ഈ റോഡുകൾ മുഴുവൻ സകല ഗവൺമെൻറ് റോഡിനാണ് പണി കാശുണ്ടാക്കുന്നത് മുഴുവൻ. എന്തിനാ? യേശു ക്രിസ്തു ഭൂമിയുടെ മധ്യത്തിൽ ഭൂമിയുടെ മധ്യം യെരൂശലേമിൽ ഭരിക്കുമ്പോൾ അത് ആ മിഡിൽ ഈസ്റ്റ് സ്വത്രം അബ്രഹാമിന് കൊടുത്തതാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അവിടെ വസിച്ച് പോയി കണ്ട് അനുഗ്രഹം റോഡിലായത്. ഈ റോഡെല്ലാം ഹല്ലേലൂയ. അതേ കന്യാകുമാരി മുതൽ പാറശാല എന്ന് പറഞ്ഞ് മംഗലാപുരം മഹാരാഷ്ട്ര, മംഗലാപുരം കഴിയുമ്പോൾ കർണാടക, മഹാരാഷ്ട്ര, പിന്നെ ബോംബെ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, യെരൂശലേം. ഇതല്ലാതെ കർത്താവിൻ്റെ പരിപാടി മില്യൻ റോഡ്സാണ്. അത് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നീ അവരുടെ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി എന്ത് ആയത് നമ്മുടെ ബുദ്ധിക്ക് തെളിവായി ഇതെല്ലാം തന്നോട്. വൈ ഗോഡ് വണ്ടി ഇതെന്തിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ പറയുന്നതാ കർത്താവ് വരുന്നു. ദ വേർഡ് കോമൺ, ഇത് കോമണാ, അന്വേഷിപ്പിക്കാൻ കണ്ടെത്തും. കമ്പ്യൂട്ടർ ദൈവം നമ്മുടെ കർത്താവ് വരുന്നു. അതിന് ദൈവം നമുക്ക് സൗജന്യമായി തന്ന ആ നിത്യജീവൻ. ദൈവം നിത്യനാ. അപ്പം ദൈവം ഉണ്ടാക്കി മനുഷ്യൻ നിത്യം. ഒന്നെങ്കിൽ നരകത്തിൽ, അല്ലേ സ്വർഗത്തിലേ ഉള്ളൂ. ഒന്ന് ഇരുട്ടിൽ, ആഴത്തിന് ഇരുളുണ്ടായിരുന്നു. പിശാചിൻ്റെ അത് ഞങ്ങൾ വെളിച്ചമുണ്ടായി ടൈം ഉണ്ടായി. ആ ടൈം ഗ്യാപ്പിൽ എന്ത് ചെയ്തോ അത് ക്ലോസ് ചെയ്യും. പിന്നെ ഇരുട്ടിൻ്റെ ഈ ദുഷ്ടലോകത്തിലേക്ക് പിശാചിനും എൻ്റെ കൂട്ടർക്ക് ഒരിക്കലും അതാ നിത്യ നരകം, സെൻട്രൽ ജയിലിൽ അവിടെ പോകാം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ അവിടെ ഭൂമി രാജകീയ പുരോഹിതന്മാരായി. ഈ ദൈവം ഉണ്ടാക്കി ഈ ഗാലക്സികളെ മുഴുവൻ. അതാ ഡോക്ടർ മാധവനാർ ചന്ദ്രയാൻ പറഞ്ഞു, ഇപ്പോൾ ലഗേജുമായി ദുബായിക്കും അബുദാബിക്കും ന്യൂയോർക്കും വന്ന് നിൽക്കുന്നത് പോലെ അടുത്ത തലമുറ. യേശു ക്രിസ്തു മില്ലേനിയം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മരണമില്ല. പിന്നെ ജന്മം മാത്രമേ ഉള്ളൂ. അവർ മറ്റു ഭൂമി നിറയും, മറ്റു ഗാലക്സികൾ കുടിയേറും. അവരെ ഭരിക്കാനാണ് പുതിയ നിയമസഭയെ രാജകീയ പുരോഹിത വർഗമായി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനാ വിദ്യാഭ്യാസമല്ല, ഇതിനാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, നാനോ ടെക്നോളജി,
ഉടനോടെ സ്വർഗത്തിൽ പോകണം. അല്ലേ ഇതേ ശരീരം മണ്ണോട് മണ്ണ ആറ്റമായി നാനോ ആറ്റമോ ആറ്റം മൊളിക്കുള്ള മാറ്ററും ഈശ്വരൻ ഉയർന്നു നിൽക്കും. ഉടനോടെ സ്വർഗത്തിൽ പോകണം. കാലമില്ലാത്ത കാലം അത് 1000 ആണ്ട് വാഴ്ച, പിന്നെ നിത്യത പിശാചിനെ എന്തിയാ നരന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ നമ്മുടെ കർത്താവ് വരാറായി. ഒറ്റക്കാര്യം, യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, നിന്റെ രക്തത്താലിനെ കഴുകണമേ, എന്നെ കർത്താവെ ഞാൻ നിന്നെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളുടെ കർത്താവിന് വരും വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ മെസ്സേജ് നിർത്തുന്നു. അത് നിങ്ങളുടെ സ്വന്തം പാസ്റ്റർ ജോസ് പീറ്റർ. 9037528165. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങളുടെ ഏത് സംശയത്തിനും. ഞാൻ നിരീശ്വരവാദിയായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു. അവിടുന്ന് ദൈവം എന്നെ ഇതെല്ലാം ബൈബിൾ പഠിച്ചു. ബൈബിളിൽ നിന്നുള്ള ഉത്തരം ബൈബിൾ നിയമഗ്രന്ഥമാണ്. അതിനെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.